ഹല്ലേലൂയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവമായ സ്നേഹവന്ദനത്തെ നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവായ യേശു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു ചെറിയ ചിന്ത മാത്രം, ഒരു വലിയ സബ്ജക്റ്റാണ്. ഒരു ചെറിയ ചിന്ത എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാപ്രവചനൻ്റെ പുസ്തകം അതിൻ്റെ 48-ാം അധ്യായം 6-7 വാക്യങ്ങൾ. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയതായി നീ അറിയാതെ മറഞ്ഞിരിക്കുന്നതും തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയതായി നീ അറിയാത്ത മറഞ്ഞിരിക്കുന്നതും തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് ഇടപെടണം. ഇരുട്ടിൻ്റെ ശക്തികൾ മാറട്ടെ. കർത്താവേ, ജനത്തിൻ്റെ കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സാഹചര്യങ്ങളെ അറിയുന്ന സ്വർഗം ജനത്തോട് ഈ മീഡിയയിലൂടെ അവിടുന്ന് സംസാരിക്കണം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടതയോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട്. കർത്താവെ, ജനത്തോട് നീ സംസാരിക്കണം. നിൻ്റെ ദാസന്മാരോട് സംസാരിക്കണം. നിൻ്റെ അഭിഷക്തി ദാസന്മാരോട് സംസാരിക്കണം. പ്രിയ സഹോദരിമാരോട് സംസാരിക്കണം. കഷ്ടതയോടെ, ഭാരത്തോടെ, പ്രയാസത്തോടെ ഇരിക്കുന്ന ജനമുണ്ട്. കർത്താവെ, എല്ലാ ജനത്തെയും സമർപ്പിക്കുന്നു. അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു. വചനമായി നിൽക്കുമ്പോൾ കർത്താവെ, നീ ഇടപെടണം. താഴ്ത്തി സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങൾ തന്നെ അത് പ്രസ്താവിക്കില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയതായി നീ അറിയാത്തതും മറഞ്ഞിരിക്കുന്നതും തന്നെ നിന്നെ കേൾപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നീ ഇന്ന് പ്രസ്താവിക്കേണ്ട ദിവസമാണ്. നിൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അനേക വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, നീ പ്രസ്താവിക്കേണ്ട ദിവസമാണ്. രോഗമേ, നിനക്ക് എന്നിന്മേൽ അവകാശമില്ല, നിനക്കെന്നിന്മേൽ അധികാരമില്ല. അതേ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, എൻ്റെ രോഗങ്ങൾക്ക് വേണ്ടി, എൻ്റെ ശാപങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഒരുവൻ ക്രൂശിൽ മരിച്ചു. ഞാൻ തകർക്കപ്പെടേണ്ടടുത്ത്, ഞാൻ മരിക്കപ്പെടേണ്ടടുത്ത്, ഞാൻ നിന്ദിക്കപ്പെടേണ്ടടുത്ത്, ഞാൻ മർദ്ദനമേൽക്കേണ്ടടുത്ത്, ഞാൻ പരിഹസിക്കപ്പെടേണ്ടടുത്ത് എനിക്ക് വേണ്ടി എൻ്റെ യേശു ക്രൂശിതനായെന്ന് നിൻ്റെ വിഷയത്തിൻ്റെ മേൽ വിളിച്ചു പറയുവാൻ സാധിക്കുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിങ്ങളെ തന്നെ അത് പ്രസ്താവിക്കുകയില്ലയോ? ഇന്നു മുതൽ ഞാൻ പുതിയതായി നീ അറിയാതെ മറഞ്ഞിരിക്കുന്നതുമായി നിന്നെ കേൾപ്പിക്കുന്നു. നീ പുതിയതായി ഒന്ന് കേൾക്കേണ്ട വ്യക്തിയാണ്. നീ പുതിയതായി പ്രസ്താവിക്കേണ്ട വ്യക്തിയാണ്. നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, കടഭാരമാണോ, നീ വിശ്വാസ കണ്ണുകളാൽ വിശ്വസിക്കുക. ബലം ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ബലം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ, ബലം നിൻ്റെ ഉള്ളിൽ കടന്നു വരണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരണം. എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ മുന്നിലുള്ള പ്രശ്നങ്ങളെ കണ്ടുകൊണ്ട് നീ പതറാതെ, നിൻ്റെ മുന്നിലുള്ള രോഗാവസ്ഥകളെ കണ്ടുകൊണ്ട് നീ പ്രസ്താവിക്കുക. എൻ്റെ യേശുവിനാൽ എൻ്റെ രോഗത്തെ സൗഖ്യമാകും. എൻ്റെ യേശുവിനാൽ എൻ്റെ കടഭാരങ്ങളെ മാറും. എൻ്റെ യേശുവിനാൽ എനിക്ക് പുതിയ ജോലി ലഭിക്കും. എൻ്റെ യേശുവിനാൽ
എൻ്റെ മകളുടെ വിവാഹത്തിന് പുതിയ വഴികൾ കർത്താവ് തുറക്കും. എൻ്റെ യേശുവിനാൽ എൻ്റെ മകനൊരു പുതിയ വിവാഹം, നല്ല വധുവിനെ കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ യേശുവിനാൽ ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കും. എൻ്റെ യേശുവിനാൽ അതേ എൻ്റെ ഫൈനാൻസ് മേഖലകളിൽ തകർന്നിരിക്കുന്ന അവസ്ഥകളുണ്ട്, അത് കിട്ടുമെന്ന് പറയുവാനിടണം. ചില വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുമ്പോൾ അവിടെ അത്ഭുതത്തെ കാണുവാൻ സാധിക്കും. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ പ്രിയ സഹോദര, എൻ്റെ പ്രിയ മാതാവേ, നിൻ്റെ ഏത് വിഷയമായിക്കൊള്ളട്ടെ, നീ നീറുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ദൈവം ഇന്ന് ഉത്തരം നൽകുന്ന ദിവസമാണ്. നീ നീറുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, എങ്ങനെ ഞാൻ ഈ ജപ്തിയിൽ നിന്നും ഒഴിവാക്കും, എങ്ങനെ ഈ ജപ്തിയിൽ നിന്ന് ഞാൻ കരകയറും? എന്നാൽ എൻ്റെ യേശു നിനക്ക് വേണ്ടി ചില പുതുവാതിലുകളെ തുറക്കുന്നു എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ഞാൻ നിനക്ക് വേണ്ടി ഇപ്പോൾ ഒരു വാതിൽ തുറന്നിരിക്കുകയാണ്. ഞാനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ഞാനൊരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ്, പ്രിയ വ്യക്തി ജീവിതമേ, തകർന്നിരിക്കുന്ന വ്യക്തിമണ്ഡലമേ, നിനക്കായി അവൻ ഇപ്പോൾ ഒരു പുതുവാതിൽ തുറന്നിരിക്കുകയാണ്. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ സാധിക്കും. അർത്ഥോ രഗബ ശന്തന ബലഘടകസ്യ അബൂന ഷക്കാര ഹത്തുനാരകസ്യ അർത്ഥേ രിഗ സംധരകസ്യ. നീ വിശ്വസിക്കുക, നിൻ്റെ വിശ്വാസത്താലൊന്ന് കാണുക, നിൻ്റെ ഉൾക്കാഴ്ചകളാലൊന്ന് കാണുക, ഒന്ന് വിശ്വാസ കാഴ്ചകൾ കാണുക. അത് നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില വിദൂരത്തുള്ള ചില വ്യക്തിമണ്ഡലങ്ങളോട് ഈ പ്രോഗ്രാം കാണുന്ന പ്രിയ സഹോദര, പ്രിയ മാതാവേ, പ്രിയ സഹോദരി, നിന്നോട് തന്നെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഞാൻ നിനക്കായി ഒരു പുതുവാതിൽ തുറന്നിരിക്കുന്നു. ഞാനൊരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധ്യമല്ല. ഞാനൊരു വാതിലടച്ചാൽ അത് ആർക്കും തുറക്കുവാൻ സാധ്യമല്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് നിനക്കായി ഒരു പുതുവാതിൽ, നീ പ്രതീക്ഷിക്കാത്ത, നീ വിചാരിക്കാത്ത, എങ്ങനെ ഇത് നടക്കുമെന്ന് പറയുന്ന ആ വിഷയത്തിൻ്റെ മേൽ കർത്താവ്, യേശു കർത്താവ് നിനക്കൊരു പുതുവാതിൽ തുറന്നു എന്ന് പ്രവചന ആത്മാവിൽ വിളിച്ചു പറയുന്നു. അർഖോബ ഷൗഡബല ഹടകസംതുരാരകസ്യ. എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളും കുടുംബ മണ്ഡലത്തിൽ നിന്ന് മാറട്ടെ. നിരാശകൾ, ഭാരങ്ങൾ, വ്യക്തിമണ്ഡലങ്ങളെ കൊണ്ടുവന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന സാത്താനിയ കോട്ടകളെ യേശുവിൻ്റെ അധികാരമെന്ന നാമത്തിൽ ഉടയ്ക്കുന്നു. പുതുവാതിലുകൾ യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ. ഐ ഹെബോ റാം ദി കമാഷിക്കാനറിയാത. കർത്താവേ, നീ ചില വ്യക്തിമണ്ഡലങ്ങൾക്ക് ഇപ്പോൾ പുതുവാതിലുകളെ തുറന്നതിനായി നന്ദി പറയുന്നു. ഹഷക്കേനിയാധിയ, നീ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ എല്ലാം കണ്ടുകൊള്ളുക. നിങ്ങളെ തന്നെ അത് പ്രസ്താവിക്കുകയില്ലോ. ഇന്നു മുതൽ ഞാൻ പുതിയതായി നീ അറിയാത്തതും മറഞ്ഞിരിക്കുന്നതും തന്നെ നീ കേൾപ്പിക്കുന്നു. ഞാനത് അറിഞ്ഞുവല്ലോ എന്ന് നീ പറയാതെ ഇരിക്കേണ്ടതിന് അത് പണ്ടല്ലോ ഇപ്പോൾ തന്നെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നീ അത് അറിഞ്ഞില്ല എന്ന് പറയാതിരിക്കുവാൻ, അതേ പണ്ടല്ല, നിനക്കായി ഇപ്പോൾ ദൈവം പുതിയതായി ഒന്ന് സൃഷ്ടിക്കപ്പെട്ടു. ഇപ്പോൾ നിൻ്റെ രോഗത്തെ മാറ്റുവാൻ അവൻ പുതിയതായി ഒരു പ്രവൃത്തി ചെയ്തു. ഇപ്പോൾ നിൻ്റെ കടഭാരങ്ങളെ മാറ്റുവാൻ അവൻ പുതിയതായി നിനക്ക് ഒന്ന് ചെയ്തു. ഇപ്പോൾ നീ ജോലിക്കായി അന്വേഷിക്കുന്ന പ്രിയ മാതാവേ, സഹോദരി, പ്രിയ സഹോദര, നിനക്കായി അവൻ പുതിയതായി ചെയ്തു. ഇപ്പോൾ ഒരു ഭവനം വെക്കണമെന്ന് ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലമേ, അവൻ നിനക്ക് പുതിയതായി ഇപ്പോൾ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അതേ അനേക വർഷങ്ങളായി, മാസങ്ങളായി പെൻഡിങ്ങായി അതേ സാലറികൾ കിട്ടുവാനുണ്ട്, പെൻഡിങ്ങുകളായി ബില്ല് കിട്ടുവാനുണ്ട്, പെൻഡിങ്ങുകളായി ചില ബാധ്യതകളെ തീർക്കുവാനുണ്ടെന്ന് പറഞ്ഞ സഹോദരന്മാരെ, വ്യക്തിമണ്ഡലമേ, നിനക്ക് പുതിയതായി അവൻ ഇപ്പോൾ തന്നെ ചെയ്തിരിക്കുന്നു. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയായ ദൈവമാണ്. അവൻ വീരനായ ദൈവമാണ്. ഐ ഷെക്കോലോ റോബോ നഹസ്തിയ ബിഖോനി റാമ നഹത്തോരിഗസിയ. എൻ്റെ പ്രിയ സഹോദര, ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാന്മാർ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയേനിലേക്കുള്ള പെരുവഴിയുണ്ട്. കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കുന്നു. മുൻമയാൽ അത് അനുഗ്രഹപൂർണമാക്കുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു.
എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ ജീവിതത്തിൽ നീ ഒരു ദർശനം കാണണമെങ്കിൽ, നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ഭാരപ്പെടുന്ന അവസ്ഥയിൽ, മുന്നോട്ട് പോകുവാൻ പറ്റാതെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ, മനുഷിക ശക്തിയാൽ സാധ്യമല്ല. ദൈവത്തിൻ്റെ ബലം നിനക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനൊക്കത്തുള്ളൂ. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോന് ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. അതെ, മേൽക്കുമേൽ ബലം പ്രാപിക്കണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരണം. പരിശുദ്ധാത്മാവിനെ കൂടാതെ നിനക്ക് ബലം പ്രാപിക്കുവാൻ, നിൻ്റെ പ്രശ്നത്തിൻ്റെ മേൽ പരിഹരിക്കുവാൻ സാധ്യമല്ല. അപ്പോസ്തലപ്രവൃത്തി അതിൻ്റെ 1-ാം അധ്യായം നമുക്ക് വായിച്ചാൽ കാണുവാൻ സാധിക്കും. 1 മുതൽ 11 വരെ വായിക്കുമ്പോൾ, തെയോഫിലോസേ, ഞാൻ എഴുതിയ 1-ാമത്തെ ചരിത്രം യേശു തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവിനാൽ കൽപ്പന കൊടുത്തിട്ട് അവൻ ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്ത ഉപദേശിച്ചിട്ടും തുടങ്ങിയ സകലത്തെയും കുറിച്ച് ആയിരുന്നുവല്ലോ. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം, യേശു കഷ്ടം അനുഭവിച്ചതിനു ശേഷം, ക്രൂശിൽ മരിച്ചതിന് ശേഷം, ഉയർത്തെഴുന്നതിന് ശേഷം അവൻ 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിക്കുന്നു എന്ന് അനേകർക്ക് ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. അങ്ങനെ അവർ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരൂശലേമിൽ നിന്നും വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട എൻ്റെ പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ പ്രതിസന്ധിയിൽ, നിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യയിൽ നിനക്ക് ബലം പകരണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ളിൽ കടന്നു വരണം. ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിനും ഈ കാലത്തിലേക്ക് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശരമയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ശേഷം അവർ കാണുകെ അവൻ ആരോഹണം ചെയ്തു. മേഘം അവനെ മൂടിയിട്ട് അവൻ അവർക്ക് കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്ന്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ പ്രതിസന്ധി മധ്യയിൽ, നിൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യയിൽ നിനക്ക് ബലം പകരുവാൻ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ ബലം പകരുവാൻ, പരിശുദ്ധാത്മാവ് ജീവിതത്തിലുള്ളവർക്ക് ഒരു മുൻകാഴ്ച കാണുവാൻ, ഒരു ദർശനം കാണുവാൻ സാധിക്കും. എൻ്റെ പ്രശ്നത്തിൻ്റെ മധ്യയിൽ, എൻ്റെ പ്രതിസന്ധിയുടെ മധ്യയിൽ, എൻ്റെ സാഹചര്യങ്ങളുടെ മധ്യയിൽ എൻ്റെ കർത്താവ് എനിക്കായി പുതിയതായി ഒന്ന് അവൻ സൃഷ്ടിക്കപ്പെട്ടു, എനിക്കൊന്ന് ചെയ്തു എന്ന് നമുക്ക് പറയുവാൻ സാധിക്കണം. അവിടെയാണ് നമുക്ക് അതേ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണുവാൻ സാധിക്കുന്നത്. ഭൂമിയിൽ നിങ്ങളുടെ കഷ്ടതകൾ ദൈവസന്നിധിയിൽ മറിഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. അത് യേശയ്യാപ്രവചനം അതിൻ്റെ 65-ാം അധ്യായം 16-ാം വാക്യം. എന്നെ കേൾക്കുന്ന മുമ്പേ കഷ്ടതകൾ മറഞ്ഞു പോവുകയും അവ എൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയും ചെയ്തുകൊണ്ട് ഭൂമിയിൽ തന്നെത്താൻ അനുഗ്രഹിക്കുന്നവൻ സത്യദൈവത്താൽ തന്നെത്താൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു.
എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, നിൻ്റെ മുന്നിൽ കാണുന്ന പ്രതിസന്ധിയെ കണ്ട് നീ ഭയപ്പെടാതെ, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവർ വലിയവനാണെന്നുള്ള ഒരു പ്രത്യാശയെ നിൻ്റെ പ്രശ്നത്തിൻ്റെ മുന്നിൽ അതേ വെല്ലുവിളിച്ചുകൊണ്ട് എൻ്റെ ദൈവത്താൽ ഈ പ്രതിസന്ധി ഞാൻ നേരിടുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നിനക്കായി പുതിയതായി സൃഷ്ടിക്കുന്ന ഒരു കർത്താവിനെ നിനക്ക് കാണുവാൻ സാധിക്കും. ഈ വചനം മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.